Hi there, welcome to yet another episode of a travel vlog. So today I tried something new. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി ഹോഴ്സ് റൈഡിങ് ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് ബെസ്റ്റ് റിവ്യൂ ഉള്ള ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് വി ഡിസൈഡഡ് ഓക്കെ ഹോഴ്സ് റൈഡിങ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ലൊക്കേഷനായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും അറിയത്തില്ല, ഹോഴ്സ് റൈഡിങ് ആദ്യമായിട്ടാണ് ചെയ്യണം. സോ പിന്നെ നമ്മൾ ഓക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ കയറി. സോ I tried the horse riding for the very first time. It was such a fun and exciting experience. So എല്ലാവരും ട്രൈ ചെയ്യണം, highly recommended. And I was little nervous at first. Nervous എന്നല്ല പറയണ്ട, നല്ല പേടിയുണ്ടായിരുന്നു. But then I think it's good to step out of our comfort zone sometimes, right? So then decided to do this. അങ്ങനെ സലൂണിൽ പോയി നമ്മൾ ബൂട്ട്സൊക്കെ എടുത്തതേ സെറ്റായി. അങ്ങനെ നമ്മൾ തുടങ്ങി ഹോഴ്സ് റൈഡിങ് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. ദെൻ ദ ഹോഴ്സ് മാൻ സെഡ് ആ റോക്കില്ലേ ലെഫ്റ്റും റൈറ്റും അങ്ങനെ റീൻസ് എന്നാണ് പറയുന്നത്. സോ അയാൾ പറഞ്ഞു ഈ റീൻസ് നമ്മൾ ലൈക്ക് ഒരു സ്റ്റിയറിംഗ് വീല് പോലെയാണ്, ലെഫ്റ്റിലേക്ക് തിരിക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റീൻ എടുത്തിങ്ങനെ ലൈക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ മതി, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് വലിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ജെൻ്റ്ലി ലൈക്ക് മൂവ് ഫാസ്റ്റ്. നമ്മളതിന് ലെഗ്സ് യൂസ് ചെയ്യണം. നമ്മുടെ ലെഗ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഹോഴ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയാൽ മതി, അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. കുറച്ച് പേടിയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് രണ്ടും തവണ ലൈക്ക് റൺ ചെയ്യാൻ തുടങ്ങി, കുതിര ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പയ്യെ പോയാൽ മതി, ഫസ്റ്റ് ടൈമല്ലേ, പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇതൊരു ടീം വർക്ക് ആക്ച്വലി. ശരിക്കും നമ്മളും കുതിരയും തമ്മിലുള്ള ടീം വർക്കാവുക. അപ്പം അങ്ങനെ അത് ഒരു നമ്മൾ റൈറ്റായിട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നൈസായിട്ട് അത് നമ്മളെ തുടങ്ങിയെടുത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഗൈസ്, നിങ്ങളെല്ലാവരും പോയി ചെയ്യണം. ഞാനൊരു ഫീമെയിൽ കുതിരയുടെ പുറത്തായിരുന്നു കേട്ടോ. ഞാനൊരു ഫീമെയിൽ കുതിരനെ റൈഡ് ചെയ്തത്. ബാക്കി കൂടെയുള്ള 3 പേർക്കും മെയിൽ ഹോഴ്സിനെയാണ് കിട്ടിയത്. മെയിൽ ഹോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഏറ്റവും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അവർക്ക് പെട്ടെന്ന് അങ്ങനെ സോഫ്റ്റ് അല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പുള്ളി എനിക്ക് അങ്ങനെ തന്നു. നമ്മളങ്ങനെ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചതേ അവരുടെ ഫാമിലോട്ട് എത്താണ്. ഒത്തിരി കുതിരകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഒരു എന്താ പറയുക ഇംപ്രഷനിൽ തന്നെ ആ ചെയ്ത് നോക്കാം എന്നൊരു ഇത് വരും ഈ ഫാമിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ. വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. കാരണം നമ്മളെപ്പോഴും ലൈക്ക് ഇങ്ങനെ പിക്നിക്കൊക്കെ പോകുമ്പോൾ ചിന്തിക്കത്തില്ല, ചെയ്യാത്ത എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാത്തവർക്ക് വേണ്ടി ഐ ആം പ്രസൻറ്റിങ് ദിസ് വീഡിയോ. സോ ബൈ ഗൈസ്.